രാത്രിയിൽ കാർത്തിയായനിയുടെ പിടിയിൽ നിന്നും അർച്ചന കാർത്തിയായനിയുടെ ഫോണുമായി രക്ഷപ്പെടുന്നു. അർച്ചന ഡോക്ടർ ഹിമയെ വിളിക്കുന്നു. അർച്ചനെ അന്വേഷിച്ച് ഞാൻ ആ വീട്ടിൽ വന്നിരുന്നു. ഹിമ എത്തുന്നതിന് മുമ്പേ അർച്ചന തളർന്നു വീഴുന്നു. രാത്രി മഴ തുടരുന്നു. അർച്ചനെ 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 കാവലിരിക്കാൻ വന്നിട്ട് ഇവനൊക്കെ കിടന്ന് ഉറങ്ങുന്നോ? എഴുന്നേക്കടാ, എഴുന്നേക്ക്. അവള് രക്ഷപ്പെട്ടു പോയടാ. എന്നെ അടിച്ചു വീഴ്ചിട്ട് അവള് പോയി. നീയൊക്കെ എന്തിനാണ് അവിടെ കാവലിരുന്നത്? എഴുന്നേക്കടാ അങ്ങോട്ട്. പോയി നോക്കടാ. എടാ അവള് പോയെന്ന് പോയി കണ്ടുപിടിക്കേ. പോയി നോക്കടാ. ഓടാ. ഇതാണ് മാഡം ലുക്കൗട്ട് പോയിന്റ്. ഇതിന്റെ താഴെ ഉണ്ടെന്ന് അവള് പറഞ്ഞത്. അവിടെയാണ് മാഡം ഡാമിലേക്ക് ഇറങ്ങുന്ന വഴി. നമുക്ക് അങ്ങോട്ട് നോക്കാം. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. അർച്ചന എങ്ങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. മാഡം ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. അർച്ചന, 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 അർച്ചന. പിന്നാലെ വന്ന് ആരെങ്കിലും പിടികൂടി കാണുമെന്ന് അറിയില്ലല്ലോ. ദൈവമേ. ഒന്നുകൂടെ വിളിക്കും മാഡം. അർച്ചന, എവിടാടാ അവള്? ഒരിടത്ത് അവളെ കണ്ടില്ല. നാണമില്ലടാ നിനക്ക് ഇതിവിടെ വന്ന് പറയാൻ? അവൾക്ക് ഈ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല ചേച്ചി. പിന്നെ എവിടാടാ ആ പെണ്ണ്? റോഡിൽ എത്തിയിട്ടില്ലെന്ന് ഉറപ്പാ. അവിടെ ചെന്നാ തന്നെ ഈ നേരത്ത് വണ്ടിയൊന്നും കിട്ടില്ല. ആ ഭാഗമൊക്കെ ഞങ്ങൾ അരിച്ചു പെറുക്കിയതാ. പിന്നെ അവൾ എങ്ങോട്ട് പോയെന്നാ നീ പറയുന്നേ? വല്ല കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാവും. വെളുപ്പിനെ സ്ഥലം വിടാനായിരിക്കും അവളുടെ പ്ലാൻ. അവള് കടന്നു കളഞ്ഞത് തന്നെയാടാ. എന്റെ ഫോൺ എടുത്തോണ്ടാടാ അവള് പോയത്. അവൾ ആ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടാവും. അവര് വന്ന് അവളെ കൊണ്ടുപോയി കാണും. എപ്പോഴാ അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് അറിയോ? എന്നെ തലക്കടിച്ച് വീഴ്ചിട്ടല്ലേ അവള് പോയത്. ബോധം കിട്ടാൻ എത്ര സമയം എടുത്തെന്ന് അറിയില്ല. ആ സമയം മതി അവക്ക് രക്ഷപ്പെടാൻ. എടാ, അവള് കയ്യിന്ന് പോയാ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എല്ലാ വിവരങ്ങളും പുറത്തു വരും. പോലീസ് നമ്മളെ പിടിക്കും.
എവിടെ ഉണ്ടെങ്കിലും അവളെ കണ്ടുപിടിച്ചോണ്ട് വാ. ചേച്ചി ധൈര്യമായിട്ടിരിക്കേ, അവൾ എവിടെയോ വീണ് കിടപ്പുണ്ട്. ചെവള നാളെ എത്തും. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അവളെ ആ ഡോക്ടർ കൊണ്ടുപോയത് തന്നെ. രാത്രി അവള് വിളിച്ച ഏത് ഡോക്ടർ വരാനാ? അവള് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. ചേച്ചിയുടെ ഫോൺ ഞാൻ വിളിക്കാം. ആരാടാ? ചേച്ചി, ചെവളയാ. അവന്റെ വരവ് തടയണം, നീ എടുക്ക്. ഹലോ, ഞാൻ കുറെ നേരമായിട്ട് വിളിക്കാം. കാർത്തിനെ എന്താ ഫോൺ എടുക്കാത്ത? എനിക്കറിയില്ല ചേട്ടാ. നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ കാർത്തു വെച്ചിട്ട് വീട്ടിലുണ്ട്. വിളിച്ചുണർത്തി കൊടുക്കാ ഫോണ്. ആ, കൊടുക്കാം ചേട്ടാ. എന്താ രാഘവ ഈ നേരത്ത്? എടി, ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടാനുള്ള ഒരുക്കത്തില്ല. നാളെ 1 മണി കഴിഞ്ഞ് അവിടെ എത്തും. പിന്നെ കാശിന്റെ പേരിൽ നീ ടെൻഷൻ ആവണ്ട. പറഞ്ഞ തുക മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. എന്താടി നീ ഒന്നും മിണ്ടാത്തെ? അത് രാഘവ, നാളെ നീ ഇങ്ങോട്ട് വരണ്ട. എന്താടി? പെണ്ണിന് നല്ല സുഖമില്ല, പനിയാ, തൊട്ടാ പൊള്ളുന്ന ചൂടാ, കിടന്ന് വിറയ്ക്കുക. നാളെ ഞാൻ അവളെ ആശുപത്രി കൊണ്ട് കാണിക്കാനിരിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞിട്ട് വാ. പനിച്ച് പൊരിഞ്ഞു കിടക്കുന്ന പെണ്ണിനെ എങ്ങനെയാടാ കൊണ്ടുപോകുന്നത്? എന്നാ ഫോൺ വെച്ചോ, പനി കുറവില്ലെങ്കിൽ രാത്രി തന്നെ ഞാൻ അവളെ ആശുപത്രി കൊണ്ടുപോകും. അതിനുവേണ്ടി ആംബ്രോസിനെ ഞാൻ വിളിച്ചു വരുത്തിയത്. എന്നാ ഞാൻ വെക്കട്ടെ? ആ ശരി, നീ വെച്ചോ. അണ്ണാ, നമുക്ക് പോലാണോ? ആ, പോടാ. അവളെന്നെ ചതിച്ചതാണെങ്കിൽ ഇനി നമുക്ക് പോലീസിനെ വിവരം അറിയിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? അതെ മാഡം, എന്തെങ്കിലും സംഭവിക്കും മുമ്പ് പോലീസിനെ വിളിക്കുന്നത് നല്ലത്. എന്തായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. മാഡം, റിങ് കേൾക്കുന്ന ഈ ഭാഗത്ത് എവിടെയാ? ആ, നോക്കാം. ഈ ഭാഗത്ത് എവിടെയോ തന്നെ ഉണ്ട്. എവിടെയായിരിക്കും ഇത്? ദേ മാഡം, അർച്ചന, അർച്ചന, പിടിക്കരുവേ. 2 ദിവസത്തേക്ക് ഞാൻ അവനെ പിടിച്ചു നിർത്തി. അതിനു മുമ്പേ ആരെ കൊന്നിട്ടായാലും പെണ്ണിനെ കണ്ടുപിടിച്ചേ തീരൂ. നീ ഒരു കാര്യം ചെയ്യ്, അവരെ കൂട്ടിപ്പോയി അന്വേഷിക്കടാ. നേരെ പുനലൂരേക്ക് വിട്ടു. അവളെ ആ ഡോക്ടർ കൊണ്ടുപോയതാണെങ്കിൽ അവൾ ആ ആശുപത്രി കാണും. വേണമെങ്കിൽ 2-3 പേരെ കൂടെ കൂട്ടിക്കോ. ശരി ചേച്ചി, ഞാനും ബിനും പുല്ലൂർക്ക് പോവാം. മറ്റുള്ളവർ ഇവിടെ അന്വേഷിക്കട്ടെ. എവിടുന്നായാലും വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കിട്ടിയിരിക്കണം. ശരി ചേച്ചി. ബോഡി വളരെ വീക്കാ. ശരി മാഡം. ഡ്രിപ്പ് കൊടുത്തേക്കാം. ഇടയ്ക്ക് BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഒരാളിവിടെ എപ്പോഴും ഉണ്ടാവണം. ശരി മാഡം. കണ്ണു തുറന്ന് എന്നെ വിളിക്ക്. ഞാൻ റൂമിൽ തന്നെ ഉണ്ടാവും.
മേരിമയ്ക്കറിയാലോ, ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. പ്രസ് മീറ്റ് ഇന്നാണെന്ന് ചിലരൊക്കെ മണത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ നിരീക്ഷണവും ഉണ്ടാവും. ഇന്നലെ രാത്രി തന്നെ അമ്മാളുവിനെ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കൃത്യം 10 മണിക്ക് തന്നെ മേരിയമ്മ അവളെയും കൊണ്ട് പ്രസ് ക്ലബിൽ എത്തണം. സ്ഥലം ജോസിനറിയാം. ആ, ഞാൻ അവിടെ ഉണ്ടാവും. എന്റെ കോള് വന്നിട്ട് മാത്രമേ നിങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാവൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ശരി. വാപ്പച്ചി ഇനി എന്ന് വരും? സമയം കിട്ടിയാൽ ഉടനെ വാപ്പച്ചി വരാം. എന്നാ വാപ്പച്ചി ഇറങ്ങട്ടെ. സുധിയ, ദൈവമേ, ഒന്ന് ഫോൺ എടുക്കൂ ഫൈസി. ഹലോ സുധി, പൈസ എവിടെയുണ്ട്? വീട്ടിലുണ്ട്. ഇറങ്ങാൻ തുടങ്ങുക. എന്താ സുധി? ഫൈസി, കാര്യങ്ങൾ അപകടത്തിലേക്കാ പോകുന്നത്. സുധി, കാര്യമൊന്ന് തെളിച്ചു പറ. പ്രസ് മീറ്റ് 11 മണിക്ക് നടക്കും. അതിനു മുമ്പ് ഫൈസി എന്തെങ്കിലും ചെയ്യേ. എന്താ? 11 മണിക്ക് പ്രസ് മീറ്റാ. അമ്മാളുവിനെ നിരഞ്ജന പ്രസ് ക്ലബിൽ ഹാജരാക്കുന്ന. ഇനി എന്താ ഫൈസി ആലോചിച്ച് നിൽക്കുന്നത്? വിളിച്ചു പറ നിരഞ്ജനയോട്. ഇനി ഏതമ്മയാ ഫൈസി കാത്തിരിക്കുന്നത്? ആരാ വരാനുള്ളത്? ദേ നോക്ക്, ഫൈസിയുടെ ഈ ആത്മാർത്ഥതയാ നമ്മളെ പലപ്പോഴും പടുകുഴി കൊണ്ടിടുന്നത്. ഒരിക്കലും വരാത്തൊരമ്മയാണോ ഫൈസിക്ക് വലുത്, അതോ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ജീവിതമോ? ഇനി ഞാനൊന്നും പറയുന്നില്ല. വരുന്നൊക്കെ അനുഭവിക്കാം. പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. വാ മോളെ. ഇനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ അവളെ വിളിച്ചൊന്ന് പറ, ഒരു ചോര കുഞ്ഞിനെ കൈ തരാന്ന്. അർച്ചന, വേണ്ട വേണ്ട, കിടന്നോളൂ. മാഡം, എന്റെ മോൻ. അർച്ചന ഉണരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ ആ സ്ത്രീ വിറ്റതാ മാഡം. എനിക്കിപ്പോ തന്നെ പോലീസിൽ പരാതി കൊടുക്കണം. അർച്ചനയുടെ കണ്ടീഷൻ വളരെ മോശമാ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. എന്താ സംഭവിച്ചെന്ന് അർച്ചന പറ. പോലീസ് ഇങ്ങോട്ട് വരും. എനിക്ക് നേരിട്ട് ചെന്ന് പരാതി കൊടുക്കണം. ആ സ്ത്രീയോട് ചോദിച്ചാ എന്റെ മോനെ അവരാർക്കാ കൊടുത്തെന്ന് മനസ്സിലാവും. ഇപ്പൊ എങ്ങനെയാ പോകുന്നേ? ഞാൻ പോവും. എനിക്കെന്റെ കുഞ്ഞിനെ കണ്ടെത്തണം. കാണാതായിട്ട് ഇത്രയും ദിവസമായില്ലേ. ശരി, ഞാൻ കൂടെ അർച്ചനയുടെ കൂടെ വരാം. പോകുന്ന വഴി നമുക്കെല്ലാം സംസാരിക്കാം. നമുക്കൊരു 8 മണിക്ക് പുറപ്പെടാം. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ശരി മാഡം. അറിയാലോ, അർച്ചന വളരെ വീക്കാ. വാങ്ങി തരുന്നത് കഴിക്കണം. നമുക്ക് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാനുള്ളതാ. വിഷമിക്കാതിരിക്കെ. പോലീസ് കുഞ്ഞിനെ കണ്ടെത്തി തരും. എന്നാ ഞാൻ പോയിട്ട് ഉടനെ വരാം.
പുറപ്പെടാൻ തയ്യാറായല്ലേ? അമ്മയോട് യാത്രയൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ പോയെന്ന് സുധി പറഞ്ഞാ മതി. എത്ര മണിക്കാ പ്രസ് മീറ്റ്? 11-ന്. ഞാനിപ്പോൾ മറുപക്ഷത്തല്ലേ. എന്നെ നിരഞ്ജനയ്ക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് സുധിയെ വിശ്വാസമാണ്. അല്ലെങ്കിൽ ഞാൻ സുധിയോട് പറയില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സുധി. സുധി സിംഗപ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും കാണാം. ഈ സൗഹൃദം മാത്രം ഒരിക്കലും അവസാനിപ്പിച്ച് പോവരുത്. നമ്മൾ ഒന്നിച്ചു തുടങ്ങിയ യാത്രയല്ലേ. എന്തായാലും തന്നെ ഇനി ഞാൻ തനിയെ വിടുന്നില്ല. കൂടെ ഞാനും വരാം. സുധി, അതല്ലേ അതിൻ്റെ ഒരു ശരി. ഒരാൾക്കൂട്ടത്തിലേക്ക് തന്നെ തനിച്ചു വിടാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സുധി, നമ്മൾ പോയിട്ട് ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് മതി ഇവിടെ താമസിക്കണോ വേറെ സ്ഥലം അന്വേഷിക്കണോ എന്നൊക്കെ ആലോചിക്കുന്നത്. ഞാനൊന്ന് റെഡിയായിട്ട് വരാം. എന്തിനാ ഇവിടെ വന്നേ? ഇതാരുടെ വീടാ? പറയാം, താൻ വാ. സുധി, എന്താ ഈ കാണിക്കുന്നേ? ഇതിനാണോ കൂടെ വരാന്ന് പറഞ്ഞത്? 11 മണിക്കാ പ്രസ് മീറ്റ്. അതിന് ഇനിയും 1.5 മണിക്കൂർ സമയമില്ലേ? ഇവിടെ കയറി ഒരാളെ കണ്ടിട്ട് പോകാനുള്ള സമയമുണ്ട്. സുധി, നിരഞ്ജന പ്ലീസ്. ആ സുധി, ഇത് ചീറ്റിംഗ് ആണ്. അതെ, ഒന്നാം തരം ചീറ്റിംഗ്. ഒന്ന് നിക്കേ. നിനക്ക് ഞങ്ങൾ ശത്രുക്കളാണെന്നറിയാം. സുധിയല്ലേ നിന്നെ കൊണ്ടുവന്നത്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഇതാ നമ്മുടെ കുഞ്ഞ്. മോന, നിന്റെ സുധിയുടെയും കുഞ്ഞ്. ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ സുധി. സ്വപ്നമല്ല, ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചു. 2 ദിവസത്തെ സാവകാശം പൈസയ്ക്ക് കൊടുക്കാൻ ഞാനും സ്നേഹം തന്നോട് പറഞ്ഞില്ലേ? അത് ഇതിനു വേണ്ടിയായിരുന്നു. ഒരു വാക്കെന്നോട് പറഞ്ഞില്ലല്ലോ. തന്നെ വിശ്വസിച്ച് എങ്ങനെ പറയും? ഈ കുഞ്ഞിനൊരു അവകാശം വരുന്ന പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. സത്യത്തിൽ ഇപ്പോഴും എനിക്ക് ഈ കുഞ്ഞിനെ തരാൻ താല്പര്യമില്ലായിരുന്നു. ഒരു ദിവസവും കൂടി ഞാൻ കാത്തിരുന്നതാ. അതിനിടയ്ക്കല്ലേ നിരഞ്ജന പ്രസ് മീറ്റ് നടത്താൻ ചാടി പുറപ്പെട്ടത്. എന്താ, ഇനി നമുക്ക് പ്രസ് ക്ലബിലേക്ക് പോയിക്കൂടെ? 11 പ്രസ് മീറ്റ്. അമ്മാളുമായി മേരിയമ്മ അവിടെ എത്തിയിട്ടുണ്ടാവും. നിന്റെ ആവേശം ഇത്രത്തോളേ ഉള്ളൂന്ന് എനിക്കറിയില്ലടി. ഫൈസയ്ക്ക് എവിടുന്ന കുഞ്ഞിനെ കിട്ടി? അതൊക്കെ സുധി വഴിയെ പറയും. അയ്യോടാ. മോനെ കൊണ്ടുപോവാണല്ലേ? അതെ. ഈ സാറാണോ മോനെ സ്വീകരിക്കുന്നത്? അതല്ല, നിരഞ്ജനയുടെ ഒരു കസിന് വേണ്ടിയാ. അവര് ഡൽഹിയിലാ. നാളെ വരും. 2 ദിവസം കഴിഞ്ഞാ ഇവൻ ഡൽഹിയിലേക്ക് പറക്കും. നിരഞ്ജന, ഇത് ജെയിംസിന്റെ വീടാ. താങ്ക്സ് ആനി. ഏതായാലും ഇത്രയും ദിവസം സ്വന്തം മോനെ പോലെ നിങ്ങൾ ഇവനെ നോക്കിയില്ലേ? കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനൊന്ന് എടുത്തോട്ടെ? അതിനെന്താ. മോൻ വലിയ ആളാവും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആനി. ശരി സർ. ആ.
ഡ്യൂട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇച്ചയും വന്നേനെ. ജെയിംസിനെല്ലാം അറിയാവുന്നതല്ലേ. നിരഞ്ജന, എന്നാ ശരി, ഇറങ്ങാം. ശരി. വക്കീലും നിന്നെ. അമ്മാളുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞില്ല. ഞാൻ പറയാം. മേരിയമ്മ അവളെ ഫൈസയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഫൈസ അവളെ തങ്കമ്മയുടെ വീട്ടിലേക്ക് തന്നെ അയക്കണം. അവളുടെ പ്രസവരക്ഷ അവിടെ നടക്കട്ടെ. നാട്ടിൽ അവക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതാ. എനിക്കത് പാലിക്കണം. കുഞ്ഞിനെ കിട്ടിയെങ്കിലും അവളെ തള്ളിക്കളയാൻ എനിക്കാവില്ല. ഇതുവരെ നിരഞ്ജനയുടെ നീക്കങ്ങളൊന്നും വർമ്മ സാർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമ്മാളുവിന് ഒരു ഭീഷണി ഉണ്ടാവില്ല. അത് പോരാ. ഫൈസി അവളെ നാട്ടിലേക്ക് അയക്കുമെന്ന് അവള് ഭയപ്പെടുന്നുണ്ട്. ഞാൻ അത് ചെയ്യില്ല നിരഞ്ജന. അവളുടെ കാര്യം നീ എനിക്ക് വിട്ടു തന്നേക്ക്. അവൾക്കൊരു ജോലി കണ്ടെത്തി കൊടുക്കാനും താമസസ്ഥലം ഏർപ്പാടാക്കാനും എനിക്ക് കഴിയും. അത് വേണം. ഞാൻ അവളെ എൻ്റെ കൂടെ കൊണ്ടുപോയേനെ. ഇപ്പോഴത്തെ അവളുടെ ആരോഗ്യസ്ഥിതി വെച്ച് അത് നടക്കില്ല. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. അല്ല, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അത് പ്രത്യേകം ചോദിക്കണോ? എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം ചെന്ന് കയറേണ്ടത് എവിടെയാണെന്ന് ഫൈസിക്ക് അറിയില്ലേ? മേരിയമ്മയെ ഞാൻ വിളിച്ചു പറയാം. അവൾ അമ്മാളുവിനെ കൊണ്ട് ഫൈസയെ കാണാൻ വരും. സ്നേഹ, നീ അവളെ ആശ്വസിപ്പിക്കണം. എനിക്കെന്തെങ്കിലും അസുഖം പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ ഡീൽ ചെയ്തോളാം. ഓ, എന്നാ സമയം കളയണ്ട, നിങ്ങൾ ചെല്ല്. കേറ്. ഒരു കൊടുങ്കാറ്റ് കെട്ടടങ്ങി. ദിശ മാറി വീശാതിരുന്നാ മതി. ഫൈസി പേടിക്കുന്ന ഒന്നും ഇനി സംഭവിക്കില്ല. ദിവസം 4 കഴിഞ്ഞു. ഇനി ആര് വരാനാ?